ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ അൽഫാമും ഫ്രൈഡ് റൈസുമാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസും ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയായ രീതിയിൽ ചെയ്യുന്നൊരു അൽഫാമാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ചിക്കൻ നമ്മൾ ചതച്ച് കൊടുക്കുന്നില്ല, പിന്നെ അതിൽ ചാർക്കോൾ കത്തിച്ച് നമ്മൾ പുകമണം കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ ചിക്കൻ അതേ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും ഇതുപോലെ വ്യത്യസ്തമായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ചിക്കൻ വലുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു ചിക്കൻ ഒരു 6 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 8 പീസ് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1.5 സ്പൂൺ ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ 1/2 ഗ്ലാസ് കട്ട തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 4 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബിരിയാണി റൈസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. സോക്ക് ചെയ്യാനൊന്നും വെക്കേണ്ട. അതിലേക്ക് നമുക്ക് കുറച്ച് കരയാമ്പൂ, കുറച്ച് ഏലക്ക, കുറച്ച് പട്ട, ഇതിലേക്ക് നമ്മൾക്ക് ഈ അരി കഴുകിയ അരി ഇട്ടിട്ട് 1/4 ഭാഗം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് കറക്റ്റ് അളവൊന്നുമില്ല. ഈ അരി കട്ട കെട്ടാതെ വെന്ത് കിട്ടാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്കറിൻ്റെ മൂടി ശരിക്കും നമ്മൾ ടൈറ്റ് ചെയ്ത് അടയ്ക്കുകയൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് റൈസ് വെന്ത് കിട്ടും. ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് റൈസ് വെന്ത് കിട്ടും. അപ്പോൾ ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ റൈസ് എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ല വിടർന്ന് കിടപ്പുണ്ട്. എല്ലാം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ റൈസ് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അൽഫാമിലേക്കുള്ള മസാല റെഡിയാക്കാം. കുറച്ച് ഇഞ്ചി ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇനി ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇനി ഒരു 1.5 സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ സോയാ സോസ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി ചെറുനാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അൽഫാമിൻ്റെ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. മസാല എല്ലാം നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസൊന്ന് നിരത്തി കൊടുക്കാം. അതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം തന്നെ നമുക്ക് ഗ്രിൽ പാനിലേക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കൊന്ന് നിരത്തി കൊടുക്കാം.
നമുക്ക് ഇനി ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം വെച്ചത് ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനെ നമ്മൾ മൂടി വെച്ച് ഫ്രൈ ചെയ്തുകൊണ്ട് ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിത് മൂടി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. അതുകൊണ്ടാണ് നാം മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഗ്രിൽ പാനിലെ ചിക്കൻ ഒന്ന് നോക്കാം. അത് ഇതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതും മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് മേലെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് നേരിയതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. ഇനി നമ്മുടെ ബിരിയാണി പോട്ടിലെ ചിക്കൻ നോക്കാം. ഈ ചിക്കൻ നമുക്കിനി ഇടയ്ക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഗ്രിൽ പാനിലെ ചിക്കൻ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ 2 പാനിലും വെച്ച ചിക്കനെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചോപ്പറിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയന് താഴെയുള്ള ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നല്ല ചെറുതായി തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ ഞാൻ സെലറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റ് ചെറുതാക്കി ചോപ്പ് ചെയ്തും കൂടി ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ ഉരുളി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ നറുനെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നറുനെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ താഴെയുള്ള ആ ഉള്ളി ഉണ്ടല്ലോ അതും കൂടിയും ചോപ്പ് ചെയ്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി കരിഞ്ഞു പോകരുത്. ഇഞ്ചി കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസിന് നേരിയൊരു കയ്പ്പ് പോലെ തോന്നും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, സെലറി ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വിടർന്ന് തന്നെ കിടപ്പുണ്ട്. നമ്മളിതുപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഫ്രൈഡ് റൈസ് ഫ്രൈ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ റൈസ് പൊടിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ അൽഫാം വറുത്തപ്പോൾ ഉള്ള ആ ഒരു ഓയിലുണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിന്. പിന്നെ അൽഫാം മസാലയുടെ ആ ഒരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും. ചിക്കൻ്റെ ആ നെയ്യും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും അൽഫാമും തയ്യാറായി കഴിഞ്ഞു. ഞാൻ അതിലേക്ക് കുറച്ച് പുതിന ചട്നിയും മയോണൈസും കുറച്ച് സലാഡും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആയിരുന്നു, സോറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.